എനർജി റിലേഷൻ നിങ്ങളെവിടെയെങ്കിലും പഠിക്കണം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഠിക്കാൻ ചാൻസ് കുറവാണ് ഈ മാസ് എനർജി റിലേഷൻ. അതായത് ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ വർക്കും എനർജിയും, വർക്ക് ഇസ് ഈക്വൽ ടു എനർജി എന്ന് പറഞ്ഞ് നമ്മൾ കുറേ കേസിൽ പഠിക്കാറുണ്ട്. ഈ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജിക്ക് ഈക്വൽ ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് അതിൻ്റെ എനർജിയായി മാറും എന്ന് പറയാറുണ്ട്. അത് താഴെ കിടക്കുന്നൊരു ബുക്ക്, ആ ബുക്ക് താഴെ കിടക്കുമ്പോഴേക്കും അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഞാൻ എന്തൊരു വർക്ക് ചെയ്തിട്ട്, അതായത് ഞാൻ എന്തൊരു സാധനത്തിന് ഇങ്ങനെ പിടിച്ച് അപ്ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു വർക്ക് ചെയ്ത് ഞാനതിനെടുത്ത് ഒരു H ഹൈറ്റ് മേളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സാധനത്തിന് എന്ത് എനർജി ഉണ്ടാകും? ഗ്രൗണ്ടിൽ ഇരിക്കുന്നതിനെ വെച്ച് നോക്കുമ്പോൾ മുകളിൽ ഇരിക്കുന്ന ആൾക്ക് mgh എന്ന് പറഞ്ഞിട്ടൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും അല്ലേ? ഈ എനർജി ഈ ബുക്കിന് എവിടെ നിന്ന് കിട്ടിയതാണ്? ഞാൻ ഇവനെ ഇവിടുന്ന് എടുത്ത് പൊക്കാൻ ചെയ്ത വർക്കിൽ നിന്ന് കിട്ടിയ എനർജിയാണ് ഈ mgh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, വർക്കും എനർജിയും സെയിം ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് സെയിം ആണെന്ന് പറയാൻ കാരണം അവിടെ അത് കൺവേർഷനാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ മാസിൻ്റെ കാര്യം പറയുന്നത്. ഇപ്പോൾ മാസ് m is equal to 1 kilogram 2 kilogram എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തിനാണ്? നമ്മൾ മാസിനെയാണ് പറയാറ്. ഓക്കെ, ഇതിനെ നമ്മൾ ഇൻ്റർ കൺവേർട്ട് ചെയ്ത് എനർജിയിലേക്ക് മാറ്റാൻ സാധിക്കും എന്നാണ് നമ്മളിവിടെ ഈ ഒരു കേസിൽ പഠിക്കാൻ പോകുന്നത്. അതിലാണ് നമ്മൾ ഐൻസ്റ്റീൻ്റെ ഫേമസ് ഇക്വേഷൻ E is equal to mc² എന്നൊരു ഇക്വേഷനിലേക്ക് നമ്മൾ എത്തുന്നത്. ഈ ഇക്വേഷൻ ആക്ച്വലി ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചതിന് ശേഷം ആണ് നമ്മൾ ഈ ആറ്റം ബോംബ് അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഉള്ള എന്താ പറയുക ഡിസ്കവറിയൊക്കെ ഉണ്ടായത്, E is equal to mc². അപ്പം ഇത് ആക്ച്വലി ഇതിൻ്റെ ഈ വേൾഡ് വാർ എന്ന് നടക്കുന്ന സമയത്താണ് ഈ ഇക്വേഷൻ്റെ ഒരു സംഭവം നമ്മുടെ ഈ യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ, അതായത് USA പ്രസിഡൻറ്റിനോ അങ്ങനെ എന്തോ അയക്കുന്നത്, അങ്ങനെ എന്തൊരു സ്റ്റോറിയാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അങ്ങനെ ഇതുപയോഗിച്ചിട്ട് ജർമ്മൻസിന്, അതായത് ഈ ജർമ്മൻസാണ് മെയിൻ എതിരാളിയായിട്ട് ഈ വേൾഡ് വാറിലൊക്കെ വന്നിട്ടിരുന്നത്. അപ്പോൾ ജർമ്മൻസ് പറഞ്ഞാൽ ഹിറ്റ്ലറൊക്കെ ഉള്ള കാലഘട്ടം, മനസ്സിലായി. അപ്പം എല്ലായിടത്തും ഒരേപോലെ പരീക്ഷണങ്ങൾ നടക്കുന്ന സമയമാണ്, എല്ലാ രാജ്യത്തും ഒരേപോലുള്ള പരീക്ഷണങ്ങൾ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാം എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ US ഗവൺമെൻറ്റിനെ വോൺ ചെയ്തു, മനസ്സിലായി. അവർ മേ ബി ഇങ്ങനൊരു സംഭവം അവിടുത്തെ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവരും ഇങ്ങനത്തെ ഒരു ബോംബ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇത് അത്രയും ഡേഞ്ചറസ് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനൊരു ബോംബ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രകടശേഷി ഉള്ളത്, അതായത് ഇപ്പോൾ ജർമ്മനിയിൽ നിന്നൊക്കെ ആറ്റം ബോംബ് കിട്ടുകഴിഞ്ഞാൽ US ഒക്കെ ഫുൾ നശിച്ചു പോകും, മനസ്സിലായി. ഒരു കൺട്രിയിൽ ഇട്ട് കഴിഞ്ഞാൽ അത്ര ഭയങ്കര നാശനഷ്ടമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഐൻസ്റ്റീൻ ഈ സാധനം അറിയിക്കുന്നത്, ഈ US പ്രസിഡന്റിനെ അവിടുത്തെ ഗവൺമെൻറ്റിനെ അറിയിക്കുന്നത്. പക്ഷേ അവരെന്ത് ചെയ്തു, ആ ഗവൺമെൻറ് നേരെ ഇത് വെച്ച് തന്നെ ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് തുടങ്ങി. അതാണ് നമ്മുടെ ഈ ഓപ്പൺഹൈമർ എന്നൊരു ഫിലിമില്ലേ, മാൻഹാട്ടൻ പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പ്രോജക്റ്റിൻ്റെ പേരൊക്കെ ഉണ്ട്. അതായത് ആദ്യമായിട്ട് ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇറങ്ങിയില്ലേ ഓപ്പൺഹൈമർ എന്നൊരു ഫിലിം, അങ്ങനെ ഫിലിം ഇറങ്ങിയിട്ടുണ്ട്, സൂപ്പർ ഫിലിമാണ്. അപ്പോൾ അത് കാണുമ്പോഴേക്കും നമുക്ക് ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ഒരുപാട് സയൻറ്റിസ്റ്റുമാരെ ആക്ച്വലി അവർ അതിൻ്റെ അകത്ത് കഥാപാത്രങ്ങളാണ്. അത് കാണുമ്പോഴേക്കും ആക്ച്വലി നമ്മൾ സയൻസ് ഈ +1 +2 അത്യാവശ്യം നല്ല രീതിയിൽ സയൻസ് പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അതിൻ്റെ അകത്ത് ഓരോ സയൻറ്റിസ്റ്റുകൾ വരും. ഇപ്പോൾ നീൽസ് ബോർ അങ്ങനെ ഓരോരുത്തർ പരിചയപ്പെടുന്ന കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഫീൽ വന്നു, മനസ്സിലായി. എനിക്ക് ഇങ്ങനെ ഫീൽ അടിച്ചു, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതൊക്കെ കാണണമല്ലോ എന്ന് പറഞ്ഞ് കാണുമ്പോഴല്ല, പക്ഷെ അതൊരു രസമാണ്, മനസ്സിലായി. അപ്പോൾ ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ മാൻഹാട്ടൻ പ്രോജക്റ്റ് ഉണ്ടായി ആറ്റം ബോംബ് ഉണ്ടാകാൻ കാരണമായിട്ടുള്ളൊരു ഇക്വേഷനാണ് E is equal to mc² എന്ന് പറഞ്ഞാൽ. അത് പിന്നെ ഒരു കാലത്ത് ജപ്പാനിൽ എന്തായി, ആറ്റം ബോംബായിട്ട് തന്നെ വീഴുകയും ചെയ്തു. ജപ്പാനിലെ ഹിറോഷിമയിൽ നാഗസാക്കിയിലൊക്കെ ആറ്റം ബോംബായിട്ട് തന്നെ ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ടാണ് ആക്ച്വലി അത്ര ഒരു സംഭവം ഉണ്ടായത്, മനസ്സിലായി. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിൽ ഒരു m മാസ് ഉണ്ടെങ്കിൽ ആ മാസിനെ നമുക്ക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ്? ആ എനർജി എന്ന് പറയുമ്പോൾ E is equal to mc² എന്നൊരു ഇക്വേഷനാണ് വരുന്നത്. അതിൽ m എന്ന് പറഞ്ഞാൽ മാസാണ്, C എന്ന് പറഞ്ഞാൽ എന്താണ്? C എന്ന് പറഞ്ഞാൽ എന്താ? C അഭിഷേക്, C എന്തോടാ? C സ്മോൾ c എന്താ? C പറ, C എന്താ? C കമോൺ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നീ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്തോ ലക്ഷ്യം C? ഞാൻ C എന്തുവാ? C വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ് നമ്മൾ C വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 3 × 10⁻⁸ മീറ്റർ/സെക്കൻഡ് ആണ്. 3 × 10⁻⁸ എന്ന് പറയുമ്പോഴേക്കും 30 ലാക്കോ സംതിങ് ആണ്. 3 × 10⁻⁸ മീറ്റർ/സെക്കൻഡ് ആണ് സ്പീഡ് ഓഫ് ലൈറ്റ് വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ സ്ക്വയറാണ്, അത് 10⁻16 വരും. അതാണ് ഇവിടുത്തെ എനർജിയുടെ ഇക്വേഷൻ വരുന്നത്. പക്ഷേ ഈ m എന്ന് പറഞ്ഞ മാസ് ആക്ച്വലി നമ്മൾ കരുതുന്ന പോലെ നമ്മളിപ്പം കൂടുതലും നമ്മൾ
എന്താ പറയുക ഡീൽ ചെയ്യുന്നത് കിലോഗ്രാമുകളെയും ഗ്രാമുകളെയും വെച്ചിട്ടാണ്. പക്ഷേ ഈ ഒരു കേസിൽ, ഈ ആറ്റം ബോംബിൻ്റെ കേസ് അല്ലെങ്കിൽ ഈ ഒരു കേസിലൊക്കെ അവർ നമ്മൾ നേരത്തെ പഠിച്ച AMU എന്ന യൂണിറ്റ് വെച്ചിട്ടുള്ള കൺവേർഷനാണ് നോക്കുന്നത്. അതായത് ഈ കിലോഗ്രാമിനൊക്കെ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര എനർജി ആയിപ്പോൾ, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അതൊന്നും പോസിബിൾ അല്ല. നമ്മളിപ്പം ഒരു തടിയെടുത്ത് കത്തിക്കുമ്പോൾ കിട്ടുന്ന എനർജി ഡിഫറൻസ് ഈ സാധനമല്ല, ഇതല്ല. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ലൈറ്റ് ആൻഡ് ഹീറ്റ് അങ്ങനെയുള്ള സംഭവമാണ്. ഇതെന്ന് പറയുമ്പോഴേക്കും ഈ സബ് അറ്റോമിക് പാർട്ടിക്കിളിൽ, സബ് അറ്റോമിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ കൺവേർഷൻ, ആ ഒരു സമയത്തൊക്കെ ഇവിടുന്ന് റിലീസ് ചെയ്യുന്ന എനർജീനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അതുകൊണ്ട് ഓർത്തണം, ഈ M എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര വലിയ മാസ് ആയിരിക്കില്ല. നമ്മൾ ചുമ്മാ എക്സാമ്പിൾ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഈ M വെച്ചിട്ട് ക്വസ്റ്റ്യൻ, എമ്മിന് ചിലപ്പോൾ ഒരു ഗ്രാമിലോ കിലോഗ്രാമിലോ ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. പക്ഷേ നമ്മൾ പഠിക്കേണ്ടത് കൂടുതൽ എന്താണ്, സബ് അറ്റോമിക് ആയിട്ടുള്ള. സബ് അറ്റോമിക് എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം ഒരു AMU എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു AM എന്ന് പറയുമ്പോഴേക്കും 1.10⁻⁻27 കിലോഗ്രാം എന്നാണ് പഠിച്ചത്. അപ്പോൾ ഇത് ഭയങ്കര ചെറിയ വാല്യൂ ആണ്, ഭയങ്കര ചെറിയ മാസമാണ്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള മാസുകളിലാണ് നമ്മൾ കൂടുതലും എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ഇക്വേഷൻസൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ മാസ് എനർജി ഇക്വലൻസ് വിളിക്കുന്നത്. അതായത് പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐൻസ്റ്റീൻ പറഞ്ഞത് ഈ മാസിനെയും എനർജീനെയും രണ്ടായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആൾക്കാരല്ല, ഇവരെന്താണ് ഇൻ്റർചേഞ്ചബിൾ ആണ്. സോ ഇവർ രണ്ടും ഒരാളാണ് എന്നാണ് പറഞ്ഞത്. ആരൊക്കെ? മാസും എനർജിയും, മനസ്സിലായി? എനർജി നമുക്ക് പല രീതിയിൽ നമുക്ക് കിട്ടാറുണ്ട്. മാസ് നമുക്ക് എന്താണ് വെയിറ്റ് നോക്കാനും കാണാനൊക്കെ പറ്റുന്ന ഒരാളാണ് നമ്മൾ മാസ് എന്ന് വിളിക്കുക. പക്ഷേ അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത് രണ്ടാൾക്കാരാണ് എന്നല്ലേ? പക്ഷേ അങ്ങനെയല്ല. എന്താ പറയുന്നത്? ഇവർ രണ്ടും ഒരാളാണ് എന്നാണ് ഐൻസ്റ്റീൻ്റെ മാസ് എനർജി റിലേഷനിൽ പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, ഐൻസ്റ്റീൻ മാസ് ആസ് അനദർ ഫോം ഓഫ് എനർജി. ഐൻസ്റ്റീൻ പറയുന്നത് മാസ് വേറൊരാളല്ല, മാസ് ഇസ് കൈൻഡ് ഓഫ് അനദർ ഫോം ഓഫ് എനർജിയാണ്, മനസ്സിലായി? ഇപ്പോൾ എനർജി നിങ്ങൾക്ക് അറിയാം, ഹീറ്റ് എനർജി ഒരു എനർജിയാണ്, ഇലക്ട്രിക്കൽ എനർജി ഒരു എനർജിയാണ്, അല്ലേ? അങ്ങനെ പല കൈൻഡ് ഓഫ് എനർജി ഉണ്ട്. സൗണ്ട് അതൊരു കൈൻഡ് ഓഫ് എനർജിയാണ്. അപ്പോൾ അതുപോലത്തെ തന്നെ ഒരു എനർജിയുടെ വേറൊരു ഫോമാണ് എന്തെന്നാണ് പറയുന്നത്, മാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് ഐൻസ്റ്റീൻ ഷോർട്ട് ദാറ്റ് മാസ് ഇസ് അനദർ ഫോം ഓഫ് എനർജി ആൻഡ് വൺ ക്യാൻ കൺവേർട്ട് എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു സാധനത്തിനെ വേറൊരു സാധനത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും എന്ന് പറയുമ്പോൾ തന്നെ അത് മറ്റൊരു ഫോം ആയതുകൊണ്ടാണ്. വൺ ക്യാൻ കൺവേർട്ട് മാസ് എനർജി ഇൻറ്റു അതർ ഫോംസ് ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് വൈസ് വെർസ എന്ന് പറഞ്ഞിട്ട് സംഭവങ്ങൾ. ഓക്കെ, അതാണ് ഈ മാസ് എനർജി ഇക്വലൻസ് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ ആണ് E = mc², വേർ C ഈസ് ദ സ്പീഡ് ഓഫ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ്, 3 × 10⁸ m/s. ഈ സാധനമൊക്കെ നിങ്ങൾ കാണപ്പെടും പഠിച്ചോണം. നിങ്ങൾ ഇനിയിപ്പോൾ ഫുള്ള് നമുക്ക് ആവശ്യമുള്ളതാണ്, മനസ്സിലായത്? നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ട എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ സ്ഥിരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. ചാർജ് ഓഫ് ഇലക്ട്രോൺ എത്രയായിരുന്നു? 1.6 × 10⁻⁻19 അല്ലേ കുളമ്പാണ് ചാർജ് ഓഫ് ഇലക്ട്രോൺ പറയുന്നത്. അതുപോലെ മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയായിരുന്നു? പറ മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയാ? 0.00 0.00 കേട്ടില്ല, 0.55 U അല്ലേ? ഇത് നമ്മൾ AMUയിൽ പറയുന്നതാണ്. 0.0055 അല്ലേ? ഇതല്ലാതെ നമ്മൾ കിലോഗ്രാമിൽ പറയുന്ന റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, എന്തായിരുന്നു? എത്രയാണ് ഇതിനെത്രയാണ്? 9.1 × 10⁻⁻31 കിലോഗ്രാം. ഓക്കെ, അതാണ് മാസ് ഓഫ് ഇലക്ട്രോൺ. നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ്, ഇലക്ട്രോണിൻ്റെ മാസ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ് C എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണ്? 3 × 10⁸8 m/s. അതും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് വാല്യൂസ് ആണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് വാല്യൂസ് ഉണ്ട്, നമ്മൾ ഇങ്ങനെ എന്ന് വെച്ചാൽ ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരും, എന്നാലും അറിഞ്ഞിരിക്കുക. നമുക്ക് അല്ലാതെ തന്നെ പഠിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം. അപ്പോൾ അതാണ് മാസ് എനർജി കൺവേർഷൻ, മാസ് എനർജി ഇക്വലൻസ് എന്ന രീതിയിൽ പറയുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, ഇതിൽ ഗ്രാമിലാണ്. നോക്കിയേ, കാൽക്കുലേറ്റ് ദ എനർജി ഇക്വലൻറ്റ് ടു 1 gram ഓഫ് എ സബ്സ്റ്റൻസ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അതായത് 1 gram നമ്മൾ പറഞ്ഞു, ഈ എനർജിയും മാസും ശ്രദ്ധിക്കണേ, എനർജിയും മാസും എന്താണെന്ന് പറയുന്നത് രണ്ടും ഒരേ ആൾക്കാരാണെന്ന് പറയുന്നത്. രണ്ടുപേരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. മാസിനെ എന്താക്കാം? എനർജി ആക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ അത് തന്നെയാണ് ചോദിക്കുന്നത്, വാട്ട് ഈസ് ദ എനർജി ഇക്വലൻ്റ് ഓഫ് 1 gram ഓഫ് സബ്സ്റ്റൻസ്. അതായത് 1 gram സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് എത്രത്തോളം എനർജി ആണെന്നാണ് ചോദ്യം, അല്ലേ? സംഭവം സിമ്പിളാണ്. നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? E = mc² അല്ലേ? E = mc. നിങ്ങൾ ഫിസിക്സ് പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ പഠിക്കുന്ന ഏറ്റവും ബേസിക്കും ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ള എല്ലാ ഇക്വേഷനിലും 2 ആൾക്കാരായിരിക്കും ഉള്ളത്, 2 പേര്. നമ്മൾ പഠിക്കാൻ പോകുന്നതിൽ ഓൾമോസ്റ്റ് എല്ലാ ഇക്വേഷനിലും ഇമ്പോർട്ടൻറ്റും പക്ക ബേസും ആയിട്ടുള്ള ഇക്വേഷൻസ് ഓൾമോസ്റ്റ് എല്ലാത്തിനും ഉണ്ടാകുന്നത് 2 പേരായിരിക്കും.
രണ്ടുപേരായിരിക്കും. ഇപ്പോൾ നിങ്ങൾ മൊമെൻറ്റം പഠിച്ചിട്ടുണ്ട്, MV, ഫോഴ്സ് പഠിച്ചിട്ടുണ്ട്, MA. ഇതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം യൂസ് ചെയ്യപ്പെടുന്നൊരു സാധനം MA. ഇതെല്ലാത്തിൻ്റെ അകത്ത് എന്താണ്, 2 പേരാണ്. അതേപോലെ സാധനം തന്നെയാണ് E=mc². അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ 2 പേരാണ്. അപ്പോൾ M എന്താണ്, C എന്താണെന്നൊക്കെ ആലോചിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന മാസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന മാസ് എത്രയാണ്? എനർജി ഇക്വലൻസ് ഓഫ് 1 gram ഓഫ് സബ്സ്റ്റൻസ് ആണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? E=mc² ആണ് ഇക്വേഷൻ. മാസ് എത്രയാണ്? 1 gram അല്ലേ. അപ്പോൾ 1 gram ആണ്. ഗ്രാമിലിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യരുത്. എന്തിനോട്ട് മാറ്റണം? ഇതിലേക്ക് മാറ്റണം, നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റണം. അപ്പോൾ എങ്ങനെ എഴുതും? 1 gram = 10⁻³ കിലോഗ്രാമാണ് അല്ലേ. 1/1000 അല്ലെങ്കിൽ 10⁻³ കിലോഗ്രാമാണ്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 10⁻E=mc². കണ്ടോ, M എന്ന് പറയുമ്പോൾ എത്രയാണ്? അതാണ് മാസ് 1 gram. അതിന് പകരമാണ് 10⁻³ ഇട്ടിരിക്കുന്നത്, കണ്ടല്ലോ. അതേപോലെ തന്നെയാണ് C² ആണ്. സിയുടെ വാല്യൂ ആണ് 3 × 10⁸ അല്ലേ. സ്ക്വയർ വരുമ്പോൾ ഇവിടെ സ്ക്വയർ, അതാണ് വാല്യൂ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ജൂൾ എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റുള്ളൂ. നമുക്കറിയാം എനർജിയുടെ യൂണിറ്റ് എന്താ? എനർജിയുടെ SI യൂണിറ്റ് എന്താ? SI യൂണിറ്റ് ഓഫ് എനർജി ജൂളാണ് അല്ലേ. അപ്പം നമ്മൾക്ക് കിട്ടുന്ന ആൻസർ ജൂളിൽ കിട്ടണമെന്ന് വിചാരിക്കുക. കിട്ടുന്ന ആൻസർ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കൺവേർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് ഒരാളെ കണ്ടുപിടിക്കണം. ഇപ്പോൾ എനർജി അല്ലെങ്കിൽ വർക്ക് രണ്ടിൻ്റെയും യൂണിറ്റ് ജൂൾ തന്നെയാണ്. SI യൂണിറ്റ് ജൂളാണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ SI യൂണിറ്റിലായിരിക്കണം, ജൂളിലായിരിക്കണമെങ്കിൽ. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ കമ്പോണൻ്റ് എടുക്കുന്ന ആൾക്കാരും എന്തിൽ തന്നെ ആയിരിക്കണം? SI യൂണിറ്റിൽ തന്നെ ആയിരിക്കണം. മനസ്സിലായി? അതുകൊണ്ടാണ് ഗ്രാമിനെ ഇട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാത്തത്. ഗ്രാമിനെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറും മാറിപ്പോവും. അപ്പോൾ നമുക്ക് ജൂളൊന്നും എഴുതാനും പറ്റത്തില്ല. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ കിട്ടുന്ന ആൾക്കാരിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളെ ഏതാണെന്ന് നോക്കണം. ഓക്കെ, ഇനി കണ്ടുപിടിക്കുന്ന ചില കേസിൽ കാൽക്കുലേറ്റ് ദ എനർജി ഇൻ എർഗ് എന്ന് പറഞ്ഞിട്ട് വരും. എർഗ് അതിൻ്റെ ഒരു യൂണിറ്റ് ആണ്, അതിൻ്റെ CGS യൂണിറ്റ് ആണ്. അതായത് നമ്മളുടെ SI യൂണിറ്റ് ജൂൾ ആണെങ്കിൽ എർഗ് അതിൻ്റെ CGS യൂണിറ്റ് ആണ്. അപ്പോൾ എർഗിൽ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാമിലും സെൻറ്റിമീറ്ററിലൊക്കെ കിട്ടുന്ന ഉത്തരം കിട്ടും, ശരിയാണ്. ഓക്കെ, പക്ഷേ ജസ്റ്റ് എനർജി കണ്ടുപിടിക്കൂ എന്ന് പറയാനാണെങ്കിൽ അവിടെ എന്തിൽ തന്നെ ഇട്ട് ചെയ്യണം? ജൂളിലേക്ക് തന്നെ ചെയ്യണം. മനസ്സിലായി? അപ്പം അങ്ങനെ ജൂളിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിലുള്ള കമ്പോണൻറ്റുകളും എന്തിലായിരിക്കണം? SI യൂണിറ്റിലായിരിക്കണം അല്ലേ. അപ്പോൾ ഇത് SI യൂണിറ്റിലല്ല അല്ലേ, ഗ്രാം തന്നിരിക്കുന്ന SI യൂണിറ്റിലല്ല. അതുകൊണ്ട് SI യൂണിറ്റിലോട്ട് മാറ്റി കിലോഗ്രാമിലേക്ക് മാറ്റി. 10⁻³ കിലോഗ്രാം ഇൻറ്റു C എന്ന് പറയുമ്പോൾ 3 × 10⁸ ആണ്. സ്ക്വയർ വരുമ്പോഴേക്കും 3 × 10⁸ 3 × 10⁸ സ്ക്വയർ വന്നു. ഓക്കെ, അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും നമുക്കൊരു ആൻസർ കിട്ടുന്നു 9 × 10⁻13 ജൂൾ. ഇത് ഭയങ്കര എനർജിയാണ്. 9 × 10⁻13 ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി? അതാണ് 1 gram ഓഫ് സബ്സ്റ്റൻസ് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ എനർജി എത്രയാണ്? 9 × 10⁻13 ജൂൾ എനർജിയാണ് വരുന്നത്. ഭയങ്കര എമൗണ്ട് ഓഫ് എനർജിയാണ്. അതാണ് പറയുന്നത് 1 gram ഓഫ് മാസ് ഇസ് കൺവേർട്ടഡ് ടു എനർജി, റിലീസ് ഓഫ് എനോർമസ് എമൗണ്ട് ഓഫ് എനർജി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 1 ഗ്രാമിൻ്റെ രീതിയിലുള്ള എനർജി കൺവേർഷനൊന്നും നമ്മളങ്ങനെ പഠിക്കത്തില്ല. നമ്മൾ AMU വൈസുള്ള ഇച്ചിരി ചെറിയ കൺവേർഷനൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്നാലും ഇത് അറിഞ്ഞിരിക്കുക, E=mc². നമ്മൾ നേരെ ഇട്ട് കൊടുത്തു, ആൻസർ കിട്ടി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചുമ്മാ എഴുതിയിട്ടേക്ക്. എന്നിട്ട് സാധനങ്ങളുണ്ട്, മാസ് ഡിഫക്റ്റും ബൈൻഡിങ് എനർജി. അപ്പോൾ അതിൻ്റെ അകത്ത് മാസ് ഡിഫക്റ്റാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഈ മാസ് ഡിഫക്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആ ആറ്റത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. നമ്മൾ മെയിനായിട്ടും പറഞ്ഞിട്ടുണ്ട് റുദർഫോർഡിൻ്റെ ആറ്റോമിക് മോഡലിൽ നമ്മൾ അവിടെ കണ്ടുപിടിച്ചൊരു സംഭവം തന്നെ മെയിനായിട്ട് എന്തായിരുന്നു? ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ലൈക്ക് എംപ്റ്റി ആണെന്നും ഏറ്റവും കൂടുതൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ സെൻറ്ററിലാണെന്നുമാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ. അതിനാണ് നമ്മൾ പേര് വിളിച്ചത് ന്യൂക്ലിയസ് എന്നൊരു പേരും വിളിച്ചത്. ഇനി ന്യൂക്ലിയസിനുള്ളിൽ റുദർഫോർഡ് പറയുന്ന സമയത്ത് ന്യൂക്ലിയസിനുള്ളിൽ ഈ ന്യൂട്രോണിൻ്റെ കാര്യമൊന്നും ആര് പറഞ്ഞിട്ടില്ല? റുദർഫോർഡ് പറഞ്ഞിട്ടില്ല. മറിച്ച് പോസിറ്റീവ് ചാർജ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞാണ് നമ്മൾ എന്തിലേക്ക് വന്നിരിക്കുന്നത്? ന്യൂട്രോണിൻ്റെ ഡിസ്കവറിലേക്കൊക്കെ വന്നത് അല്ലെ. ന്യൂട്രോൺ എന്ന് വെച്ചാൽ നമ്മളൊരു മാസ് എടുത്തപ്പോഴേക്കും പ്രോട്ടോണിൻ്റെ മാസ് മാത്രമല്ല, അതിൻ്റെ അകത്ത് വേറെയും മാസ് ഉണ്ടായിരുന്നു, പക്ഷേ അതിന് ചാർജ് ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവരെ എന്ത് വിളിച്ചു? ന്യൂട്രോൺസ് എന്ന് വിളിച്ചു. അങ്ങനെ നമുക്ക് മനസ്സിലായി ഒരു ന്യൂക്ലിയസ് എടുത്താൽ അതിൽ പ്രോട്ടോൺസ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? ന്യൂട്രോൺസും ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പം ന്യൂക്ലിയസ് മെയ്ഡപ്പ് ഓഫ് എന്താണ്? അല്ലെങ്കിൽ ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കുന്നത് ആരൊക്കെയാണ്? ന്യൂട്രോൺസിനെയും പ്രോട്ടോൺസിനെയും ചേർന്നാണ് അല്ലേ. അപ്പോൾ ശ്രദ്ധിച്ചോണം. ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ഇവിടെ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ആറ്റത്തിന് നമ്മൾ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനെ നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോണം, ഞാനിവിടെ ഒരു 8 പ്രോട്ടോണും 8 ന്യൂട്രോണും എടുത്തു. 8 പ്രോട്ടോൺ 8 പ്രോട്ടോൺസ് ആൻഡ് 8 ന്യൂട്രോൺസ് എടുത്തു. ഓക്കെ, ഒരു ആറ്റം തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരു 8 ഇലക്ട്രോൺ എടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ന്യൂക്ലിയസിൻ്റെ കാര്യം മാത്രം പറയുന്നത്, ഞാൻ ഇലക്ട്രോണിൻ്റെ കാര്യം പറയുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ 8 പ്രോട്ടോൺ ഉണ്ട്, 8 ന്യൂട്രോൺ ഉണ്ട്. ഇവർ ചേർന്നിട്ട് ഒരു ന്യൂക്ലിയസ് ഉണ്ടായെന്ന് വിചാരിക്കാം. ഇവർ ചേർന്നിട്ട് ന്യൂക്ലിയസ് ഉണ്ടായി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ 8 പ്രോട്ടോൺസ് ആൻഡ് 8 ന്യൂട്രോൺസും കൂടെ ചേർന്നിട്ട് ഒരു മാസ് M ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു മാസ് M ഉണ്ടെന്ന് വിചാരിക്കുക.
ഇവിടെ ഈ അതേ ആൾക്കാർ ചേർന്നുണ്ടായിട്ടുള്ള ഈ ഒരു ന്യൂക്ലിയസിന് എത്ര മാസ് തന്നെ വേണം? എം മാസ് തന്നെ വേണ്ടേ അല്ലേ? 8 ന്യൂട്രോണും 8 പ്രോട്ടോണും ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നതാ ഈ ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇവന്മാരുടെ രണ്ടുപേരും കൂടെ കൂടുമ്പോഴുള്ള മാസ് എത്രയാണോ അതേ മാസ് തന്നെയല്ലേ ഈ ന്യൂക്ലിയസ് ഉണ്ടാകുമ്പോഴും ഉണ്ടാവേണ്ടത് അല്ലേ? പക്ഷേ നമ്മൾ നോക്കി വന്നപ്പോഴേക്കും ഇതിന് അത്രയും മാസ് ഇല്ല. അതായത് ഇപ്പോൾ ന്യൂക്ലിയസിൻ്റെ മാസിനെ നമുക്ക് മാസ് ഓഫ് ന്യൂക്ലിയസ് MN എന്നും ഇതിന് നമുക്ക് ജസ്റ്റ് സ്മോൾ ക്യാപിറ്റൽ M എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ന്യൂക്ലിയസിൻ്റെ മാസ് അവൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് ആൾക്കാരെക്കാളും മാസിനെക്കാളും കുറവാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇവരെല്ലാവരും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മാസാണ് M. ഈ ന്യൂക്ലിയസ് നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന മാസാണ് MN. ഓക്കെ, അങ്ങനെ മെഷർ ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് ഉണ്ടായ ന്യൂക്ലിയസിന് മാസ് കുറവാണ്. തിരിഞ്ഞു അല്ലേ? മാസ് കുറവാണ്. അപ്പോൾ അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ അകത്ത് ടെക്സ്റ്റിൻ്റെ അകത്തൊരു എക്സാമ്പിളായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഓക്സിജൻ്റെ കേസ് ഉണ്ടല്ലോ, ഓക്സിജൻ്റെ കേസ് O816 എന്ന ഓക്സിജൻ്റെ കേസ്. O816 എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ അകത്ത് 8 ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ അകത്ത് 8 പ്രോട്ടോൺസ് ഉണ്ട് അല്ലേ? 16 മാസ് നമ്പർ. അപ്പോൾ അതിൻ്റെ അകത്ത് 8 ന്യൂട്രോൺസും ഉണ്ട്, 8 പ്രോട്ടോൺ ഉണ്ട്, 8 ന്യൂട്രോൺ ഉണ്ട്. ശ്രദ്ധിച്ചോണം. അപ്പോൾ 8 ന്യൂട്രോൺസ് ആൻഡ് 8 പ്രോട്ടോൺസ്, 8 ന്യൂട്രോൺസും 8 പ്രോട്ടോൺസും ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത് ഓക്സിജൻ ഉണ്ടായിരിക്കുന്നത്. ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാസ് ഓഫ് 8 ന്യൂട്രോൺസ് എത്രയാണ്? 8 × 1.00866U. ഇതിൻ്റെ മാസ് വെച്ച് ഒരെണ്ണത്തിൻ്റെ മാസ് ഇൻറ്റു 8 ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ഓക്കെ, മാസ് ഓഫ് പ്രോട്ടോൺ എടുക്കുമ്പോൾ അതായത് ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺ എടുക്കുമ്പോൾ എത്ര തന്നെയുണ്ട്? ഒരു പ്രോട്ടോണിൻ്റെ മാസ് ഇൻറ്റു 8. ഓക്കെ, ഇനി ഇലക്ട്രോൺ ആറ്റത്തിൻ്റെ കേസാണ് പറയുന്നത്. ഇലക്ട്രോൺ എടുക്കുമ്പോഴേക്കും ഇലക്ട്രോണിൻ്റെ മാസ് ഒരു മൾട്ടിപ്ലൈ ചെയ്തു 8 × 0.0055U എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രോണിൻ്റെ മാസം എടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഓരോത്തിൻ്റെയും ഇൻഡിവിജ്വൽ മാസസ്. ശ്രദ്ധിച്ചോണം, ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ മാസസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഓക്സിജൻ ഉണ്ടാക്കി. ഓക്കെ, ഓക്സിജൻ ഉണ്ടാക്കിയിട്ട് അതിനെ നമ്മൾ മെഷർ ചെയ്തു. അതായത് ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള മാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 8 × 2.01593 എന്ന് കിട്ടുമ്പോഴേക്ക് ഇത്രയും മാസമാണ് കിട്ടേണ്ടത്. ആക്ച്വലി നമ്മൾ പറയുന്നത് വെച്ചിട്ട് ഒരു ഓക്സിജൻ്റെ അകത്ത് 8 പ്രോട്ടോൺ ഉണ്ട്, 8 ന്യൂട്രോൺ ഉണ്ട്, 8 ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, ഇൻഡിവിജ്വൽ മാസുകൾ നമ്മൾ എല്ലാവരുടെയും 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് എത്ര മാസ് കിട്ടണം? ഇത്രയുമാണ് നമുക്ക് കിട്ടേണ്ടത്. കുഴപ്പമില്ലല്ലോ, ഇത്രയാണ് കിട്ടേണ്ടത്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്? ഒരു ഓക്സിജൻ അങ്ങ് എടുത്തിട്ട് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എക്സ്പെരിമെൻറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? അവൻ്റെ മാസ് അങ്ങ് മെഷർ ചെയ്തു. ഓക്കെ, നമ്മൾ ഒരാളെടുത്ത് തൂക്കുന്ന പോലെ ആറ്റത്തിനെടുത്ത് എന്ത് ചെയ്തു? നമ്മൾ അവൻ്റെ മാസ് അങ്ങ് തൂക്കുവാണ്, മെഷർ ചെയ്യുവാണ്. അങ്ങനെ മെഷർ ചെയ്തപ്പോഴേക്കും ഇതാണ് അവൻ്റെ മാസ് കിട്ടുന്നത്. എത്ര? 15.99493 എന്നൊരു മാസമാണ് കിട്ടുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് കിട്ടേണ്ടത് ഇത്രയായിരുന്നു കിട്ടേണ്ടത്. ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഈ 8 ഇലക്ട്രോണിൻ്റെ മാസം കുറച്ചു. കാരണം നമുക്ക് ന്യൂക്ലിയസിൻ്റെയാണ് വേണ്ടത്, ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള സംഭവമാണ് വേണ്ടത്. അതുകൊണ്ട് 8 ഇലക്ട്രോണിൻ്റെ മാസ് ഇതിൻ്റെ അകത്തുനിന്ന് വീണ്ടും കുറച്ചു. ഓക്കെ, അത് കുറച്ചപ്പോഴേക്കും നമുക്ക് കിട്ടുന്ന കാര്യം എന്ന് പറയുമ്പോഴേക്കും ഇത്രയേ ഉള്ളൂ, 15.9953. ഇത് നോക്കിയാലും ഇവന്മാരുടെ രണ്ടുപേരുടെ മാസിൻ്റെ അത്രയും വരത്തില്ല. ഇവന്മാരുടെ ഇൻഡിവിജ്വൽ മാസുകളില്ലേ അതിൻ്റെ അത്രയും അപ്പോഴും വരത്തില്ല. അതായത് ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. എത്ര? 0.1369U ഡിഫറൻസ് എന്തിൽ വരുന്നുണ്ട്? ഈ കോൺസ്റ്റിറ്റ്യുവൻ്റ് ഓഫ് ന്യൂക്ലിയസും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? അതായത് ഓക്സിജൻ ന്യൂക്ലിയസ് ടു ബി എത്രയാണ് എക്സ്പെരിമെൻ്റൽ മാസ് എത്രയാണ് കിട്ടുന്നത്? 15.99053 ആണ് കിട്ടുന്നത്. അതിൽ നിന്ന് അതും നമ്മൾ ഇവന്മാരുടെ രണ്ടുപേരുടെയും മാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കമ്പയർ ചെയ്യുമ്പോഴേക്കും എത്ര വ്യത്യാസം വരുന്നു? ഇത്രയും വ്യത്യാസം വരുന്നു. ഇവന്മാർ രണ്ടോട് കൂട്ടുമ്പോൾ ഇത്രയും ഇവനെക്കാളും കൂടുതലാണ് വരുന്നത്. മനസ്സിലായോ? അങ്ങനെ വന്നപ്പോൾ മനസ്സിലായി ഇങ്ങനെ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസിൽ നിന്ന് ഒരു ന്യൂക്ലിയസ് ഉണ്ടാകുമ്പോൾ മാസ് എന്ത് സംഭവിക്കും? മാസ് കുറയും. ഓക്കെ, അപ്പോൾ ഈ മാസ് കുറയുന്നതിന് അല്ലെങ്കിൽ ഈ ഡിഫറൻസ് ഓഫ് മാസിനെ, ഈ M-MNനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാസ് ഡിഫക്റ്റ് അല്ലെങ്കിൽ ΔM എന്ന് വിളിക്കുന്നത്. എന്താണ് മാസ് ഡിഫക്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? എന്താ? നമ്മൾ ആക്ച്വലി ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ എത്ര പ്രോട്ടോൺ ഉണ്ടോ എത്ര ന്യൂട്രോൺ ഉണ്ടോ ഇവന്മാർ രണ്ടുപേരുടെയും മാസുകൾ ആഡ് ചെയ്യുന്ന മാസമായിരിക്കണം ന്യൂക്ലിയസിന് ഉണ്ടാവേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതിപ്പോൾ ഒരു 100 ഗ്രാം ആണ് ഇവന്മാർ ഒരാളിപ്പോൾ ഈ 8 ന്യൂട്രോണിൻ്റെ മാസ് ഒരെണ്ണം 800 ഗ്രാമും 8 പ്രോട്ടോണിൻ്റെ മാസ് അതും 800 ഗ്രാം ആണെന്ന് വിചാരിക്കാം. ഇത് രണ്ടും കൂടെ ചേരുന്ന ഇവിടെ ഉണ്ടാവേണ്ട എത്രയായിരുന്നു? 1600 ഗ്രാം അല്ലേ? 800 + 800 എത്ര? 1600 ഗ്രാമാണ് ഉണ്ടാവേണ്ടത് അല്ലേ? പക്ഷേ ഇവിടുത്തെ മാസ് നമുക്ക് കിട്ടുന്നത് വെറും ചിലപ്പോൾ 1550 ഗ്രാം ആയിരിക്കും. അതായത് 50 ഗ്രാം കിട്ടുന്നില്ല. 50 ഗ്രാം അവിടെ ഇല്ല. നമ്മൾ അടുത്ത് തൂക്കി നോക്കുമ്പോഴേക്കും എന്തില്ല? 50 ഗ്രാം അവിടെ കുറവാണ്. മനസ്സിലായി? അപ്പോൾ ഈ കുറവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാസ് ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായി എന്താ പറയുന്നത്?
ഡിഫറൻസ് ഇൻ മാസ് ഓഫ് എ ന്യൂക്ലിയസ് വിത്ത് ഇസ് കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ഓഫ് എ ന്യൂക്ലിയസ്, അല്ലെങ്കിൽ ന്യൂക്ലിയോൺസിൻ്റെ മാസമായിട്ടുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് മാസ് ഡിഫക്റ്റ് എന്ന് വിളിക്കുക. എങ്ങനെ കണ്ടുപിടിക്കാം മാസ് ഡിഫക്റ്റ്? അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? മറുടെ മാസ് മൈനസ് ഈ മാസ് ചെയ്താൽ പോരെ അല്ലേ? അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഡെൽറ്റ എം കിട്ടും. അതാണ് മാസ് ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. മാസ് ഡിഫക്റ്റ് എന്ന് പറയുമ്പോഴേക്കും ദ ഡിഫറൻസ് ഇൻ മാസ് ഓഫ് എ ന്യൂക്ലിയസ് ആൻഡ് ഇറ്റ്സ് കോൺസ്റ്റുവൻസ്. മാസിൻ്റെ എന്തൊക്കെ തമ്മിലാണ്? ഡിഫറൻസ് ഇൻ മാസ് ഓഫ് എ ന്യൂക്ലിയസ് ആൻഡ് ഇറ്റ്സ് കോൺസ്റ്റുവൻസിനെയാണ് നമ്മൾ മാസ് ഡിഫക്റ്റ് അല്ലെങ്കിൽ ഡെൽറ്റ എം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഓക്സിജൻ്റെ കേസിൽ ഈ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും ചോദിക്കത്തില്ല, എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇത് നമുക്ക് ഭയങ്കര ഈ ഒരു സാധനവും ഇമ്പോർട്ടൻ്റ് ആണ്, മാസ് ഡിഫക്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിൽ നിന്നാണ് ഐൻസ്റ്റീൻ സീക്വൻസ് മാസിൻ്റെ കുഴപ്പമൊന്നും വേണ്ട. ഇതിൽ നിന്ന് അടുത്തത് ബൈൻഡിങ് എനർജിയിലേക്കും വരും. ഓക്കെ, എന്നാൽ ബൈൻഡിങ് എനർജി പറഞ്ഞേക്കാം. അതായത് ഈ ഡിഫറൻസ് ഇൻ മാസ് ഇല്ലേ, ഈ ഡിഫറൻസ് ഇൻ മാസ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പറയുന്നത് ഇവിടെ ഈ ഇതിൽ നിന്ന് ഇത് ഉണ്ടാകുമ്പോഴേക്കും ഇവിടെ മാസ് കുറവായിരിക്കും എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ ബാക്കിയുള്ള മാസാണ് ഡെൽറ്റ എം എന്ന് നമ്മൾ വിളിച്ച മാസ് ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. മാസ് ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത് ഈ ഡെൽറ്റ എമ്മിനെയാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ഇതാണ്, ഇവിടെ ഈ ഒരു ഇതുണ്ടാകുന്ന സമയത്ത് ഇവിടെ കുറയുന്ന മാസ് എത്രയാണോ, ശ്രദ്ധിക്കണം, മാസ് എത്രയാണോ കുറയുന്നത് അത് ഇവിടെ എനർജി ആയിട്ട് പുറത്തേക്ക് വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, എനർജി ആയിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഓർക്കുക, മാസ് എനർജി റിലേഷൻ നോക്കുക. ഇവിടെ മാസ് എത്രത്തോളം ഉണ്ട്? ഇത്രയും മാസ് കുറവാണ് ഉണ്ടായതിൽ അല്ലേ. അപ്പോൾ ഈ മാസ് എന്തായി മാറിക്കാണും? എനർജി ആയിട്ട് മാറിക്കാണും എന്നൂടെ പറഞ്ഞുതരാം. അതായത് ഈ കോൺസ്റ്റുവൻറ്റിൽ നിന്ന് ന്യൂക്ലിയസ് ഉണ്ടായപ്പോഴേക്കും നമ്മൾ സ്വാഭാവികമായിട്ടും ആലോചിക്കേണ്ടത് ഈ എനർജി തന്നെയാണ് ഇവിടെ, അല്ല ഈ മാസ് തന്നെയാണ് ഇവിടെ ഉണ്ടാകേണ്ടതെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ എന്തുണ്ടായില്ല, ഇവിടെ അത്രയും മാസ് ഉണ്ടായില്ല. ന്യൂക്ലിയസിന് മാസ് എന്തായിരുന്നു? മറ്റേനേക്കാളും കുറവായിരുന്നു. അപ്പോൾ ഈ കുറവിനെ, ഈ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാസ് ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇതുണ്ടായപ്പോഴേക്കും ഇവിടുത്തെ മാസ് എവിടെ പോയി? ആ മാസ് ഡെൽറ്റ എം എന്ന മാസ് എന്തായിട്ട് പുറത്തേക്ക് വരും? എനർജി ആയിട്ട് പുറത്തേക്ക് വരും. അതിനെയാണ് നമ്മൾ ഡെൽറ്റ എം എന്ന് വിളിക്കുന്നത്. ഇനി ആ പുറത്ത് വരുന്ന എനർജീനെ, ആ മാസ് ഡിഫറൻസിനെയാണ് നമ്മൾ ഡെൽറ്റ എം അല്ലെങ്കിൽ മാസ് ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ആ പുറത്ത് വരുന്ന എനർജീനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അതിനെയാണ് നമ്മൾ ബൈൻഡിങ് എനർജി എന്ന് വിളിക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയാമോ? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും? ഡെൽറ്റ എം തന്നെയാണോ വരുന്നത്? എനർജി ഡെൽറ്റ എം തന്നെയാണോ വരുന്നത്? ആയിരിക്കുമോ? ആണോ? എം എന്നൊരു മാസം ഉണ്ടെങ്കിൽ അതിന് എനർജി ചുമ്മാ നമുക്ക് ഈ എന്ന് എഴുതാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ എഴുതുന്നത് എനർജി ഈക്വൽ ടു mc² എന്നല്ല എഴുതുക അല്ലേ. അപ്പോൾ ഡെൽറ്റ എം എന്ന മാസമാണ് ഇവിടെ പുറത്തേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ അവിടെ എനർജി എങ്ങനെ എഴുതാം? ഡെൽറ്റ എം c² എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അവിടെ ജസ്റ്റ് എനർജി ഈസ് ഈക്വൽ ടു എ മാസ് എന്ന് എഴുതാൻ പറ്റത്തില്ല. അത് എന്താ കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. എനർജി ഈ ഈക്വൽ ടു എം എന്നല്ല നമ്മൾ എഴുതുന്നത്, ഈ ഈക്വൽ ടു mc² എന്നാണ് എഴുതുന്നത്. മനസ്സിലായോ? ആ ഡെൽറ്റ എമ്മിനെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. എപ്പോൾ? c² ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അല്ലാതെ നമ്മൾ ഒരിക്കലും എങ്ങനെ എഴുതത്തില്ല, ഈ ഈക്വൽ ടു എം എന്ന് എഴുതാൻ പറ്റില്ല. കാരണം ഇത് രണ്ട് ആൾക്കാർ തന്നെയാണ്. ഇവരെന്താണ്? ഇൻ്റർചേഞ്ചബിൾ ആണ്, വേറൊരു ഫോം ഓഫ് എനർജിയാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എം മാസാണ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ആ ഡെൽറ്റ എം എന്തായിട്ട് പോയി? എനർജി ആയിട്ട് പോയി. അതെങ്ങനെ എനർജിയുടെ രൂപത്തിൽ എഴുതാം? ഡെൽറ്റ എം c² എന്ന് എഴുതാം. ഇതിനെയാണ് നമ്മൾ ബൈൻഡിങ് എനർജി എന്ന് വിളിക്കുന്നത്. ബൈൻഡിങ് എനർജി. അപ്പം മാസ് ഡിഫക്റ്റ് എന്താണ്? ബൈൻഡിങ് എനർജി എന്താണ്? മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയസ് എടുത്താൽ ആ ന്യൂക്ലിയസിൻ്റെ മാസും അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുമ്പോഴേക്കും ഒരാൾ ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് വിളിക്കുന്നത് അല്ലേ. ആരൊക്കെയാണ് ന്യൂക്ലിയസിനെ ഉണ്ടാക്കിയിരിക്കുന്നത്? പ്രോട്ടോൺസും ന്യൂട്രോൺസും. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ മാസും പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും മാസുകളും തമ്മിൽ ഉള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാസ് ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഡെൽറ്റ എം വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് എത്താം. ഓക്കെ, ഇനി ഈ ഡെൽറ്റ എം എന്ന് പറയുന്ന മാസ് ഡിഫക്റ്റ്, ആ കുറവ് വന്ന മാസ് എങ്ങനെ പുറത്തേക്ക് വന്ന് കാണും? എനർജിയുടെ രൂപത്തിൽ പുറത്തേക്ക് വന്ന് കാണും. ആ എനർജീനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബൈൻഡിങ് എനർജി എന്ന് വിളിക്കുന്നത്. ആ ബൈൻഡിങ് എനർജി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? EB, ബൈൻഡിങ് എനർജിയുടെ B ആണ്. EB ഈക്വൽ ടു ഡെൽറ്റ എം c² വെച്ചിട്ട് ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. മാസ് ഡിഫക്റ്റ് ഡെൽറ്റ എം ഇസ് ഈക്വൽ ടു ZmP പ്ലസ് A മൈനസ് Z ഇൻറ്റു mn, സ്മോൾ mn മൈനസ് m അല്ലേ. ആണ് ഇക്വേഷൻ വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് പറയാം? ZmP പ്ലസ് A മൈനസ് Z ഇൻറ്റു mn മൈനസ് m ഇസ് ഈക്വൽ ടു ആണ് മാസ് ഡിഫക്റ്റ് ഡെൽറ്റ എം എന്ന് പറഞ്ഞ ഇക്വേഷൻ എങ്ങനെ വന്നു എന്ന് പറയാമോ? നോക്കി മനസ്സിലാക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ചുമ്മാ ഇക്വേഷൻ ഇത് വെച്ചിട്ടില്ലേ, അതങ്ങനെ വന്നു. അങ്ങനെ വന്നു ആരോടാ നീക്കി. അതായത് ഇവിടെ ഇപ്പം ഈ ന്യൂക്ലിയസിൻ്റെ മാസിനെ, അതായത് ഇവിടെ ഉണ്ടായിരിക്കുന്ന ന്യൂക്ലിയസിൻ്റെ മാസിനെ നമ്മൾ എം എന്ന് വിളിക്കുകയാണ്. സപ്പോസ് ഇതിൻ്റെ, അതായത് നമ്മൾ ഈ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന ഈ ന്യൂക്ലിയസിൻ്റെ അറ്റോമിക് നമ്പർ
അറ്റോമിക് നമ്പർ ഇസഡും മാസ് നമ്പർ എയും ആണെന്ന് കരുതാം. അറ്റോമിക് നമ്പർ ഇസഡ് ആണ്, മാസ് നമ്പർ എ ആണ്. അതിൻ്റെ അർത്ഥം നമുക്കറിയാം. അറ്റോമിക് നമ്പർ ഇസഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് ഇസഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ട് അല്ലേ. മാസ് നമ്പർ എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇസഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസും ഉണ്ട്, എ മൈനസ് ഇസഡ് നമ്പർ ന്യൂട്രോൺസും ഉണ്ട് അല്ലേ. അതായത് മാസ് നമ്പറും എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും ആണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസഡ് ആണ് അല്ലേ. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്താണ്, എ മൈനസ് ഇസഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺസ്റ്റുവൻറ്റ്, അതായത് ഇവനെ ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരുടെ മാസിനെ നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം അത് വേണം. അപ്പോൾ ഡെൽറ്റ എം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡെൽറ്റ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ടോട്ടൽ മാസ് ടോട്ടൽ മാസ് ക്യാപിറ്റൽ എമ്മും ഇത് എം എന്നും. ക്യാപിറ്റൽ എം ആണെങ്കിൽ ക്യാപിറ്റൽ എമ്മിൽ നിന്ന്, അതായത് ഇവർ രണ്ടുപേരും കൂടെ ചേരുള്ള മാസില്ലേ, ടോട്ടൽ മാസ്, അതാണ് എം എന്ന് എഴുതിയിരിക്കുന്നത്. ആ മാസിൽ നിന്ന് നമ്മൾ ഈ ന്യൂക്ലിയസിൻ്റെ മാസിനെ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഡെൽറ്റ എം എന്ന മാസ് ഡിഫക്റ്റ് കിട്ടും. ഓക്കെ, ഇനി ഈ മാസിനെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കിയേ. അതായത് ഈ ഇവന്മാരെല്ലാവരുടെയും കൂടെ മാസം കണ്ടുപിടിക്കണം. അതിന് ആരുടെയൊക്കെ മാസ് തമ്മിൽ ആഡ് ചെയ്യണം, ന്യൂട്രോൺസിൻ്റെ മാസും പ്രോട്ടോണിൻ്റെ മാസും തമ്മിൽ ആഡ് ചെയ്യണം. ഓക്കെ, അതിൽ പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുമ്പോഴേക്ക് ഇവിടെ എത്ര നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് എത്ര നമ്പർ ഉണ്ട്, റെഡിൽ കാണിച്ചിരിക്കുന്നതാണ് പ്രോട്ടോൺസ്. അതിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ട്, ഇസഡ് നമ്പർ ഓഫ് ഇസഡ് എന്നൊരു അറ്റോമിക് നമ്പർ ഉണ്ടെങ്കിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ട്, ഇസഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു പ്രോട്ടോണിൻ്റെ മാസിന് ഞാൻ എം പി എന്ന് വിളിച്ചെന്ന് വിചാരിക്കുക. ഇസഡ് പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ അവൻ്റെ മാസം എന്തായിരിക്കും, ഇസഡ് ഇൻറ്റു എം പി ആയിരിക്കും അല്ലേ. അതേപോലെ തന്നെ അപ്പോൾ ഒരാളുടെ മാസ് എന്ന് പറയുമ്പോഴേക്കും ഇസഡ് എം പി ആണ്, കുഴപ്പമില്ലല്ലോ. ഇനി രണ്ടാമത്തെ ആൾ ന്യൂട്രോണിൻ്റെ നമ്പർ എത്രയാണ്, എത്ര നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉണ്ട്, എ എന്നൊരു മാസ് നമ്പർ, ഇസഡ് എന്നൊരു അറ്റോമിക് നമ്പർ ആണെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയാണ്, എ മൈനസ് ഇസഡ് ആണ് അല്ലേ. അപ്പോൾ ഒരു ന്യൂട്രോണിൻ്റെ മാസ് എന്ന് പറയുമ്പോഴേക്കും എം എൻ ആണെങ്കിൽ എ മൈനസ് ഇസഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെ മാസ് എന്തായിരിക്കും, എ മൈനസ് ഇസഡ് ഇൻറ്റു എം എൻ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഈ മാസിനെ, ഈ ടോട്ടൽ മാസ് എന്ന് പറയുന്ന ഈ മാസിനെ നമുക്ക് എങ്ങനെ എഴുതാം, മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് മാസ് ഓഫ് ന്യൂട്രോൺ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഡെൽറ്റ എം എന്ന് പറയുമ്പോഴേക്കും ഡെൽറ്റ എം ഇസ് ഈക്വൽ ടു മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് മാസ് ഓഫ് ന്യൂട്രോൺ മൈനസ് എന്ത് വരും, മൈനസ് മാസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ട് വരും. ശ്രദ്ധിച്ചോണം, ഓരോരോ ടേം കൂടുമ്പോഴേക്കും കൺഫ്യൂഷൻ ആവരുത്. ഡെൽറ്റ എം എന്ന് പറയുമ്പോഴേക്കും ഡിഫറൻസ് ഓഫ് മാസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആൻഡ് ന്യൂക്ലിയസ് ആണ് അല്ലേ. ഇതിന് ന്യൂക്ലിയസിൻ്റെ മാസ് കുറവായതുകൊണ്ട് നമ്മൾ രണ്ടാമത് എഴുതിയിരിക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കൂടെ ടോട്ടൽ മാസാണ്. ഓക്കെ, പ്രോട്ടോണിൻ്റെ ടോട്ടൽ മാസ് എന്ന് പറയുമ്പോഴേക്കും മാസ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് മാസ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്, മൈനസ് എം എൻ ആണ് അല്ലേ. ഇനി ഇതിൽ മാസ് ഓഫ് ന്യൂട്രോൺ നമുക്ക് എങ്ങനെ എഴുതാം, മാസ് ഓഫ് ന്യൂട്രോൺ എന്ന് പറയുമ്പോഴേക്കും ഇസഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുമ്പോഴേക്കും ഇസഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ട്. അപ്പോൾ മാസ് ഓഫ് ടോട്ടൽ പ്രോട്ടോൺസ് എന്ത് വരും, ഇസഡ് എം പി എന്ന് വരും അല്ലേ. ഒരു പ്രോട്ടോണിൻ്റെ മാസ് ആണെങ്കിൽ എം പി, ഇസഡ് നമ്പർ ഉണ്ടെങ്കിൽ ഇസഡ് ഇൻറ്റു എം പി ആണ്. പ്ലസ് മാസ് ഓഫ് ന്യൂട്രോൺസ് എങ്ങനെ എഴുതാം, എത്ര മാസ് ഓഫ് ന്യൂട്രോൺ, ഒരാളുടെ മാസ് ഞാൻ എം എൻ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ എത്ര നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉണ്ട്, പക്ഷേ എത്ര നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉണ്ട് പറയടാ, എത്ര പ്രോട്ടോൺ ഉണ്ട്, പ്രോട്ടോൺ എത്ര ഉണ്ടെന്ന്. എടാ ഇസഡ് എന്നൊരു അറ്റോമിക് നമ്പർ നോക്ക്, ഇസഡ് എന്നൊരു അറ്റോമിക് നമ്പർ എന്നൊരു മാസ് നമ്പർ എങ്കിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്, ഇസഡ് നമ്പർ ഓഫ് പ്രോട്ടോൺ ഉണ്ട്. എത്ര ന്യൂട്രോൺ ഉണ്ട്, എത്ര ഉണ്ട്, എ മൈനസ് ഇസഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസും ഉണ്ട്. ഇസഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ട്, എ മൈനസ് ഇസഡ് നമ്പർ ഓഫ് എന്തുണ്ട്, ന്യൂട്രോൺസും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ന്യൂട്രോണിൻ്റെ മാസ് എം എൻ ആണെങ്കിൽ എ മൈനസ് ഇസഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉണ്ടെന്ന് വരുമ്പോഴേക്കും അതിൻ്റെ മാസം എന്ത് വരും, എ മൈനസ് ഇസഡ് ഇൻറ്റു എം എൻ എന്ന് വരും അല്ലേ. മൈനസ് എന്ത് വരും, മൈനസ് എം എൻ എന്ന് വരും. അതാണ് നിങ്ങൾ എന്ത് എഴുതിയിരിക്കുന്നത്, അത് ഇക്വേഷനായിട്ട് എഴുതിയിരിക്കുന്നത്. ഡെൽറ്റ എം ഇസ് ഈക്വൽ ടു ഇസഡ് എം പി പ്ലസ് എ മൈനസ് ഇസഡ് എം എൻ മൈനസ് എം എൻ. ഇതിൽ എം എൻ എന്ന് പറയുമ്പോഴേക്കും ഈ എം എന്നും കൂടെ തെറ്റിപ്പോരുത് കേട്ടോ. ഇതെന്ന് പറയുമ്പോഴേക്കും ന്യൂട്രോണിൻ്റെ ആണ്. അത് തന്നെയാണ്, അവിടെ എം എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഓക്കെ, അതങ്ങനെ എഴുതിയാലും മതി, കുഴപ്പമില്ല. ഞാൻ നിങ്ങൾക്ക് ഇച്ചിരി കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. എം എന്ന് എഴുതിയാലും മതി. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ എഴുതിയിരിക്കുന്നതിൻ്റെ താഴെ ഓരോ ടേമിനെയും ഒന്ന് എന്ത് ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്തിരിക്കുക. ഡെൽറ്റ എം എന്താണ്, ഡെൽറ്റ എം ഇസ് ഈക്വൽ ടു മാസ് ഡിഫക്റ്റ് ആണ്, അങ്ങനെ എഴുതിയിട്ടേക്ക്. മാസ് ഡിഫക്റ്റ് ഇസഡ് എന്ന് പറയുമ്പോഴേക്കും നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ, അതേപോലെ എം പി സ്മോൾ എം പി എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്, മാസ് ഓഫ് 1 പ്രോട്ടോൺ. പിന്നെ എഴുതിയിരിക്കുന്നത് എന്താണ്, എ മൈനസ് ഇസഡ് അല്ലേ. എ മൈനസ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ്.
പിന്നെ എഴുതിയിരിക്കുന്നത് എന്താണ്? MN എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ന്യൂട്രോൺ, 1 ന്യൂട്രോൺ. പിന്നെ ഉണ്ടല്ലോ ക്യാപിറ്റൽ മാസ് ഓഫ് ന്യൂക്ലിയസ്. ഓക്കെ, മനസ്സിലായല്ലോ? അതെങ്ങനെ വന്നു നോക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെയും ക്വസ്റ്റ്യൻ വരും കേട്ടോ. നിങ്ങൾ CBSEക്ക് ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണത്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ വരും. ഇക്വേഷൻ നോക്കുക, ZMB പ്ലസ് A മൈനസ് ZMN മൈനസ് M അല്ലെങ്കിൽ MN ഇതാണ് ഉദ്ദേശിക്കുന്നത്. ZMB എവിടെ നിന്ന് വന്നു, A മൈനസ് ZMN എന്ന് വന്നു, എവിടെ നിന്ന് വന്നു, MN എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ മാസമാണെന്നൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ബൈൻഡിങ് എനർജി എഴുതിയില്ലേ? ബൈൻഡിങ് എനർജി ഇക്വേഷൻ എന്തായിരുന്നു? E ഡെൽറ്റ എം സി സ്ക്വയർ ആണ് ബൈൻഡിങ് എനർജി ഇക്വേഷൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ എഴുതാമല്ലോ. ഡെൽറ്റ എം സി സ്ക്വയർ ആണ് ബൈൻഡിങ് എനർജി അല്ലേ? അപ്പോൾ ഈ ഈക്വൽ ടു ഡെൽറ്റ എമ്മിന് വരെ നമ്മൾ തൊട്ട് മുന്നേ ഒരു ഇക്വേഷൻ ഇതില്ല, എന്തായിരുന്നു? ZMP പ്ലസ് A മൈനസ് ZMN മൈനസ് M അല്ലേ? അതപ്പോൾ അത് ആരാണ്? അത് നമ്മുടെ മാസ് ഡിഫക്റ്റ് ആണ് അല്ലേ? ഇൻറ്റു സി സ്ക്വയർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബൈൻഡിങ് എനർജിയും കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാനും ചോദ്യം വരാറുണ്ട്. അപ്പം അത് ഓർത്തേക്കുക, ബൈൻഡിങ് എനർജി ഇക്വേഷൻ. ബൈൻഡിങ് എനർജി എഴുതിയില്ലല്ലോ, നമ്മൾ എഴുതിയോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ അത് എഴുതിക്കോ. എഴുതിയല്ലോ, ഇത് മനസ്സിലായല്ലോ, ഇനി പറയണ്ടല്ലോ. കിട്ടിയാ? നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? ഇവിടെ നമ്മൾ നേരത്തെ 1 ഗ്രാമിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ പറയുന്നത് 1 അറ്റോമിക് മാസ് യൂണിറ്റ് 1 AMUവിനെയാണ് കൺവേർട്ട് ചെയ്യാൻ പറയുന്നത്. 1 ഗ്രാമാണോ വലുത്, 1 AMU ആണോ വലുത്? 1 ഗ്രാമാണ് വലുത്. AMU ഭയങ്കര ചെറുതാണ്. ഇവിടെ വാല്യൂ എന്ന് പറയുമ്പോഴേക്കും AMU അല്ലെങ്കിൽ U എന്ന് പറഞ്ഞാൽ 1.6605 × 10⁻⁻27 കിലോഗ്രാമാണ്. ഭയങ്കര ചെറുതാണ്. മറ്റേത് വെറും 10⁻³ കിലോഗ്രാമാണ് എന്ത് പറയുന്നത് 1 ഗ്രാമിന് നമ്മൾ വിളിക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര ചെറുതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അവർ പറയുന്നുണ്ട് 2 യൂണിറ്റിൽ കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് എനർജി ഇക്വലൻ്റ് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, ഫസ്റ്റ് ജൂളിലും കണ്ടുപിടിക്കണം, രണ്ടാമത് എന്തിനും കണ്ടുപിടിക്കണം? മെഗാ ഇലക്ട്രോൺ വോൾട്ട് കണ്ടുപിടിക്കണം. ഇലക്ട്രോൺ വോൾട്ടിലും അല്ല, മെഗാ ഇലക്ട്രോൺ വോൾട്ടിൽ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ അവർ മാസിന് M = എത്രയാണ്? 1.6605 × 10⁻⁻27 എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം എന്താണ്? നമുക്ക് ഇവിടെ ജൂളിൽ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട് അല്ലേ? എനർജി ജൂളിൽ കണ്ടുപിടിക്കാൻ പറയുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ കണ്ടുപിടിക്കേണ്ട കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള MC² M എന്തിൽ തന്നെ ആയിരിക്കണം? SI യൂണിറ്റിൽ തന്നെ ആയിരിക്കണം. പക്ഷേ ഇവിടെ AMU എന്ന് പറയുന്നത് SI യൂണിറ്റ് അല്ല. അതുകൊണ്ട് AMUവിനെ യുവിനെ നമ്മൾ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. 1.6605 × 10⁻⁻27 കിലോഗ്രാം എന്ന് കൺവേർട്ട് ചെയ്തു. അത് വെച്ചിട്ട് MC² വെച്ചിട്ട് നമ്മളിതാ M×C² വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തു? M എന്ന് പറയുമ്പോഴേക്കും ഇതാണ് 1 AMU. 1 എന്നല്ല ഇട്ടിരിക്കുന്നത്, ഈ വാല്യൂ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 1 AMU മാസ് ഇൻറ്റു C². ഇവിടെ C എടുത്തിരിക്കുന്നത് 3 ആയിട്ടല്ല, 2.9979 എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത്. അത് കറക്റ്റ് വാല്യൂ ആണ്. പക്ഷെ നമുക്ക് 3 എടുത്താലും കുഴപ്പമില്ല, ചെറിയൊരു വ്യത്യാസം വരുള്ളൂ. അപ്പോൾ അത് ചെയ്ത് സ്ക്വയർ ചെയ്തപ്പോഴേക്കും നമുക്ക് കിട്ടിയത് ജൂളിലെ ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത് 1.494 1.4924 × 10⁻⁻10 ജൂൾ എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരാണ്? മെഗാ ഇലക്ട്രോൺ. ഇതേ എനർജി തന്നെ മെഗാ ഇലക്ട്രോൺ വോൾട്ടിൽ എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് രണ്ടാമത്തെ ചോദ്യം വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ജൂളിനെ നമ്മൾ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. മെഗാ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 10⁻⁶ ഫാക്ടറാണ്, അത് നമുക്ക് കൊണ്ടുവരാന്നേ ഉള്ളൂ, നമുക്ക് അവിടെ നിർത്താം. അപ്പോൾ ഇവിടെ നോക്കിയേ, ആദ്യം എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? നമുക്ക് അവനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്തവനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റണം. ഓക്കെ, ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാനായിട്ട് ഞാൻ പറഞ്ഞു ജൂളിനെ കിട്ടിയാൽ EVയിലേക്ക് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻19 ചെയ്യണം. അതിനൊരു ട്രിക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ E ഇല്ലേ, അതിനെ നമുക്ക് എടുത്തിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇയുടെ വാല്യൂ 1.6 × 10⁻⁻19 വെച്ചിട്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പം ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മൾട്ടിപ്ലൈ ആണെന്ന് നമുക്ക് മനസ്സിലായാൽ ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവണം? ഡിവൈഡ് ചെയ്യണമെന്നും മനസ്സിലാവണം. അത് ഓർത്തിരിക്കുക കേട്ടോ. ഇത് കറക്റ്റ് ഒരു ഇതല്ല, ഞാൻ ജസ്റ്റ് ഒരു ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളപ്പം നമ്മൾ വിചാരിക്കരുത് ഇയുടെ വാല്യൂ 1.6 × 10⁻⁻19 കേട്ടോ, അപ്പോൾ ഇത് V അല്ലേ വരേണ്ടതെന്നൊക്കെ വേണമെങ്കിൽ ആലോചിക്കാം. അങ്ങനെയൊന്നും ആലോചിക്കരുത് കേട്ടോ. നമ്മുടെ ഇയുടെ എക്സാക്ട് വാല്യൂ എടുത്തിട്ട് കൊടുക്കുന്നതല്ല, ആ കൺവേർഷൻ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇലക്ട്രോൺ വോൾട്ടിനെ
ജൂളിലേക്ക് മാറ്റാനായിട്ട് ഇലക്ട്രോൺ വോൾട്ട് ജൂളിലേക്ക് മാറ്റാനായിട്ട് ഈ 1.6 × 10⁻⁹ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതേസമയം തിരിച്ച് ജൂളിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കാൻ എന്താ സാധിക്കുക, ജൂളിനെ EV ആക്കാനായിട്ട് ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁹ ആണ് ചെയ്യുന്നത്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും ഇത് രണ്ടോടെ കട്ട് ചെയ്യുമ്പോഴേക്കും കിട്ടുന്നതാണ് 0.9315 എന്ന് പറഞ്ഞ നമ്പർ കിട്ടും. ഇത് രണ്ടോട് കട്ട് ചെയ്യുമ്പോൾ 10⁻⁹ മേളിൽ 10⁻⁹ മേളിൽ പോകുമ്പോൾ 10⁻⁹ ആയി മാറും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഈ വാല്യൂ എന്നുള്ളത് നമുക്ക് എഴുതാം. അതായത് 0.931 ഇൻറ്റു മെഗാ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ മെഗാ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ 10⁻⁹ 2 എഴുതുവാണ്. 10⁻⁹ മെഗാ കൂടെ ഉൾപ്പെടുത്തി എഴുതുക. മെഗാ എത്രയാണ്? 10⁶ ആണ് അല്ലേ. അപ്പോൾ ഈ 10⁻⁹ എനിക്ക് 10⁶ ഇൻറ്റു 10⁻³ എന്ന് എഴുതാമല്ലോ ഇല്ലേ. 10⁶ ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞാൽ A⁻m ഇൻറ്റു A⁻n A⁻m+n എന്നല്ലേ വരിക. അപ്പോൾ ഇത് 6 + 3 എത്ര വരും? 9 തന്നെ വരും. അപ്പോൾ ഇതിനെ നമുക്ക് 10⁶ ഇൻറ്റു 10⁶ ഇൻറ്റു 10⁻³ EV എന്ന് എഴുതാം അല്ലേ. അല്ലെങ്കിൽ ഇവനെ 10⁶ മാറ്റി നമുക്ക് എന്ത് എഴുതാം? മെഗാ എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതും? 0.931 ഇൻറ്റു ഇതിന് ഞാൻ രണ്ടാമത് എഴുതി ഇൻറ്റു 10⁻³ ഇതിന് പകരം എന്തെഴുതി? മെഗാ എഴുതി. മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് എഴുതി. അപ്പോൾ 0.931 ഇൻറ്റു 10⁻³ മെഗാ ഇലക്ട്രോൺ വോൾട്ട് അല്ലേ. ഈ 1000നെ ഇവന് മൾട്ടിപ്ലൈ ചെയ്തൂടെ? അപ്പം ഇവിടെ മൂന്ന് ഡെസിമൽ പ്ലേസ് അല്ലേ, 931 3 ഡെസിമൽ പ്ലേസ് ആണ്. 1000 വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര വരും? 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും. ഇതാണ് നമ്മുടെ ഉത്തരം കിട്ടുന്നത്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരെ ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുള്ള സാധനമാണ്. എന്തുവാണ് എനർജി ഈക്വലൻ്റ് ഓഫ് 1 AMU 1 AMU എന്ന് പറഞ്ഞാൽ ഒരു AMU മാസ് എന്ന് പറയുമ്പോഴേക്കും അത് എത്ര മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്? 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജിയാണ് കേട്ടോ. വോൾട്ട് എനർജി 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജിയാണ്, ഓർത്തിരിക്കുക. ഓക്കെ.